നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത് അഭിലാഷ് പിള്ളയുടെ രചനയിൽ പുറത്തിറങ്ങിയ ഹൊറർ കോമഡി ചിത്രമായിരുന്നു സുമതി വളവ്. ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ വാട്ടർമാൻ ഫിലിംസിന്റെ ബാനറിൽ മുരളി കുന്നുംപുറത്ത് ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചത്. ഇപ്പോഴിതാ ജയസൂര്യ നായകനായ വെള്ളം എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ വ്യവസായിയും നിർമ്മാതാവുമായ മുരളി കുന്നുംപുറത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ്. സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെ ചിലർ ചതിച്ചുവെന്നും കോടികളുടെ സാമ്പത്തിക ബാധ്യതയിലാണെന്നും അദ്ദേഹം വീഡിയോയിൽ വെളിപ്പെടുത്തി. താൻ വിശ്വസിച്ചവർ തന്നെ വഞ്ചിച്ചുവെന്നും നിലവിൽ 7 കോടിയോളം രൂപയുടെ ബാധ്യതയുണ്ടെന്നുമാണ് മുരളി വ്യക്തമാക്കുന്നത്. ബിസിനസ്സിലൂടെയും സിനിമയിലൂടെയും തനിക്ക് ഒരുപാട് ചതികൾ പറ്റിയെന്നും ജീവിതം കൈവിട്ടു പോയ അവസ്ഥയാണെന്നും പറഞ്ഞ് പൊട്ടിക്കരയുന്ന മുരളിയെ വീഡിയോയിൽ കാണാമായിരുന്നു. നദികളിൽ സുന്ദരി യമുന, സുമതി വളവ് അടക്കമുള്ള സിനിമകളിലൂടെ ഏകദേശം 9 കോടിയുടെ നഷ്ടമാണ് തനിക്കുണ്ടായതെന്നും ജീവൻ ഒടുക്കുകയല്ലാതെ മറ്റു വഴികളില്ല എന്നും മുരളി പറയുന്നു. സമൂഹ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ പിന്നീട് മുരളി തന്നെ നീക്കം ചെയ്യുകയായിരുന്നു. എന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. വെള്ളം സിനിമ കുറേ ആളുകൾ കണ്ടിട്ടുണ്ടാവും. അത് സിനിമയ്ക്ക് വേണ്ടി കാണിച്ചതാണ്. അങ്ങനെയൊന്നുമല്ല എൻ്റെ യഥാർത്ഥ ലൈഫ്. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഇപ്പോൾ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോയുമായി വരാൻ കാരണം. ഒരുപാട് ചതികൾ പറ്റി, ബിസിനസ്സിൽ ഒരുപാട് ചതികൾ പറ്റി. ടൈൽസ് ദുബായിലും ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലും ഒക്കെ കയറ്റി അയച്ചിട്ട് മലയാളികൾ വഴി ഒരുപാട് പൈസ കിട്ടാനുണ്ടായി. അങ്ങനെ ബിസിനസ്സിൽ കുറേ പൈസ പോയി. ആൾക്കാരെ വിശ്വസിച്ചു കുറേ പൈസ പോയി. കമ്പനിക്കാർക്ക് കുറേ പൈസ കൊടുക്കാനുണ്ട്. അതിനിടയ്ക്ക് സിനിമ എടുത്തു. വെള്ളം അതിൽ അവസാനം അതിൻ്റെ പ്രൊഡ്യൂസർ ആയിപ്പോയതാണ്. രണ്ടാമത് നദികളിൽ സുന്ദരി യമുന. ഉണ്ണി വെള്ളോറ, വിജേഷ് പാണത്തൂർ ഈ 2 ആളും കള്ളം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നു. അസിസ്റ്റന്റ് ഡയറക്ടറാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ സിനിമ എടുത്തു. അതിൽ 2 കോടി രൂപയുടെ നഷ്ടം വന്നു. പിന്നീടാണ് അറിയുന്നത് ഇവർക്ക് സിനിമയൊന്നും അറിയില്ല, ഇവർ അസിസ്റ്റന്റ് ഡയറക്ടർമാരൊന്നും അല്ലായിരുന്നുവെന്ന്. ഇതൊക്കെ നമ്മളോട് കള്ളം പറഞ്ഞിട്ടാണ് വന്നത്. പിന്നെ മൂന്നാമത് സുമതി വളവ്. എല്ലാവരുടെയും വിചാരം സിനിമ വലിയ വിജയമാണെന്നാണ്. എൻ്റെ ജീവിതം ഇന്ന് കൈവിട്ട് പോയിരിക്കുകയാണ്. എൻ്റെ മക്കളുടെയും ഭാര്യയുടെയും കൂടെ ജീവിച്ചിട്ട് മതിയായിട്ടില്ല, കൊതി തീർന്നിട്ടില്ല. പക്ഷേ ഈ സിനിമ കാരണം 7 കോടിയോളം രൂപ നഷ്ടം വന്നു. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഒരുപാട് കടങ്ങൾ ഓൾറെഡി ഉണ്ട്, അതിൻ്റെ കൂടെ ഇതും. അതുകൊണ്ട് ഞാൻ പോവുകയാണ്. എനിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. കടക്കാർ എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. എന്നെ എല്ലാവരും ചതിച്ചു, എല്ലാവരും പറ്റിച്ചു, എന്നെ ഇങ്ങനെയാക്കി. അഭിലാഷ് പിള്ള, വിഷ്ണു. അഭിലാഷ് പിള്ളയോടൊക്കെ അവനെയൊന്നും ഒരിക്കലും വിശ്വസിക്കരുത്. വിഷ്ണു, അവന് ഡയറക്ഷനൊന്നും അറിയില്ല. എല്ലാവരും കള്ളന്മാരാണ്. എല്ലാവരും ഈ സത്യം അറിയണം. എന്നെ പറ്റിച്ചതാണ് ഇവരൊക്കെ കൂടി. എല്ലാവരും കൂടി എന്നെ പറഞ്ഞു പറ്റിച്ചു. എൻ്റെ നല്ലൊരു ജീവിതം ഈ സിനിമാക്കാർ എല്ലാവരും കൂടി കളഞ്ഞു. വിജേഷ് പാണത്തൂർ, ഉണ്ണി, അഭിലാഷ് പിള്ള, വിഷ്ണു ഇവരെല്ലാം ജീവിതം കളഞ്ഞു. ദൈവം അവർക്ക് മാപ്പ് കൊടുക്കാൻ പാടില്ല. അവരിപ്പോൾ ഭാര്യയുടെയും മക്കളുടെയും കൂടെ സുഖമായി ജീവിക്കുന്നു. എനിക്ക് മരിക്കുകയല്ലാതെ വേറെ വഴിയില്ല. പക്ഷെ മരിക്കാൻ ധൈര്യമില്ല. പക്ഷെ മരിച്ചേ പറ്റൂ. എനിക്ക് വേറെ വഴിയില്ല. എല്ലാവർക്കും മാപ്പ്. ഞാൻ കാരണം ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. നിങ്ങളാരും ഒരിക്കലും കുടിക്കരുത്. എൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. മാപ്പ് സുഹൃത്തുക്കളെ, മാപ്പ് എന്നായിരുന്നു മുരളിയുടെ വാക്കുകൾ. സിനിമയുടെ ഗ്ലാമർ കണ്ട് ഇതിലേക്ക് പണം മുടക്കാൻ വരുന്ന നിർമ്മാതാക്കളെയും ബിസിനസ്സുകാരെയും എങ്ങനെയാണ് ഒരു വിഭാഗം ചൂഷണം ചെയ്യുന്നത് എന്നതിൻ്റെ ഉദാഹരണമായി മുരളിയുടെ വീഡിയോ മാറിയിട്ടുണ്ട്. ബിസിനസ്സിൽ ഉണ്ടായ നഷ്ടങ്ങൾക്ക് പുറമെ സിനിമയിലെ ഈ ചതികൾ കൂടി വന്നതോടെ താൻ ആത്മഹത്യയുടെ വക്കിലാണെന്നും അദ്ദേഹം വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ വൈറലായതോടെ മുരളിക്ക് പിന്തുണയുമായി നിരവധി പേർ രംഗത്തെത്തി. ചതിച്ചവർക്കെതിരെ നിയമ നടപടി വേണമെന്നും അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സുഹൃത്തുക്കൾ മുൻകൈ എടുക്കണമെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പ്രധാന ആവശ്യം. അതേസമയം നിർമ്മാതാവുമായ മുരളി കുന്നുംപുറത്തിന്റെ ആരോപണത്തിൽ ഇടപെട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കൂടി രംഗത്തെത്തിയിരിക്കുകയാണ്. സുമതി വളവ് സിനിമയുടെ കളക്ഷൻ കണക്കുകൾ പരിശോധിക്കുമെന്നും അഭിലാഷ് പിള്ള അടക്കമുള്ളവരുമായും മുരളിയുമായും ചർച്ച നടത്തുമെന്നും അസോസിയേഷൻ അറിയിച്ചു. അതേസമയം സിനിമ ലാഭമായിരുന്നുവെന്നാണ് കഥാകൃത്ത് അഭിലാഷ് പിള്ളയുടെ വിശദീകരണം. സിനിമയുടെ പേരിലല്ല മുരളിയുടെ സാമ്പത്തിക പ്രശ്നമെന്നും അഭിലാഷ് നിർമ്മാതാക്കളോട് സംഘടനയെ അറിയിച്ചു. എന്നാൽ താൻ പുറത്തുവിട്ട വീഡിയോയിലെ കാര്യങ്ങൾ 100% സത്യമാണെന്നും തന്നെ വഞ്ചിച്ചവർക്കെതിരെയുള്ള കൃത്യമായ ബാങ്ക് രേഖകളും തെളിവുകളും തന്റെ പക്കലുണ്ടെന്നുമാണ് മുരളി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. മാളികപ്പുറം എന്ന ചിത്രത്തിന്റെ വിജയം കണ്ടാണ് തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ളയെയും സംവിധായകൻ വിഷ്ണുവിനെയും വിശ്വസിച്ച് താൻ പുതിയ പ്രോജക്റ്റ് ചെയ്യാൻ തയ്യാറായത്. എന്നാൽ വിഷ്ണുവിന് സംവിധാനത്തിൽ പ്രാവീണ്യമില്ലായിരുന്നുവെന്നും യഥാർത്ഥത്തിൽ മാളികപ്പുറം സംവിധാനം ചെയ്ത്
ഉണ്ണിമുകുന്ദനാണെന്ന് താൻ വൈകിയാണ് അറിഞ്ഞതെന്നും മുരളി വെളിപ്പെടുത്തി. സിനിമയിൽ നിന്നും തൽക്കാലം മാറി നിൽക്കാൻ തീരുമാനിച്ച അദ്ദേഹം അമേരിക്ക, കാനഡ എന്നിവിടങ്ങളിൽ പുതിയ ബിസിനസ് ആരംഭിച്ച് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. സിനിമയിലെ പ്രമുഖരായ ജയസൂര്യ, ഉണ്ണിമുകുന്ദൻ, ജൂഡ് ആന്റണി, വേണു കുന്നപ്പള്ളി തുടങ്ങി നിരവധി പേർ തനിക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ചതായും മുരളി കുന്നുംപുറത്ത് പറഞ്ഞു. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായ വീഡിയോ ഞാൻ കഴിഞ്ഞ ആഴ്ച പോസ്റ്റ് ചെയ്തതാണ്. വീഡിയോ പിന്നീട് ഡിലീറ്റ് ചെയ്തിരുന്നു. പക്ഷേ അത് ആരോ എടുത്ത് ഇന്നലെ വീണ്ടും പങ്കുവച്ചു. അതാണ് എല്ലാവരും കണ്ടത്. 4-5 ദിവസമായി കടുത്ത മാനസികമായ വിഷമത്തിലായിരുന്നു. ഹോസ്പിറ്റൽ അഡ്മിറ്റായിരുന്നു. 2 ദിവസം മുൻപാണ് ഡിസ്ചാർജ് ആയി വന്നത്. ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം 100% സത്യമാണ്. വെറുതെ പറയുന്നതല്ല. എൻ്റെ പക്കൽ എല്ലാത്തിനും കൃത്യമായ തെളിവുകളുണ്ട്. പണമിടപാടുകളെല്ലാം ബാങ്ക് വഴി നടത്തിയതിന് വ്യക്തമായ രേഖകളുണ്ട്. സിനിമ ചെയ്യാമെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് എന്നെ പറ്റിച്ചവർ കാരണമാണിന്ന് ഞാൻ ഈ അവസ്ഥയിലായതെന്നും മുരളി പറയുന്നു. ആദ്യം നദികളിൽ സുന്ദരി യമുന എന്ന സിനിമയുടെ കാര്യം പറയാം. ഉണ്ണി വെള്ളോറ, വിജേഷ് പാണത്തൂർ എന്നിവർ ഞങ്ങൾ അസിസ്റ്റന്റ് ഡയറക്ടർമാരാണെന്ന് കള്ളം പറഞ്ഞാണ് എൻ്റെ അടുത്ത് സമീപിച്ചതെന്നും മുരളി പറയുന്നു. അവർക്ക് സിനിമയെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. വിജേഷ് പിന്നീട് പ്രകമ്പനമൊക്കെ എടുത്ത് ഹിറ്റാക്കിയെങ്കിലും എൻ്റെ അടുത്ത് വന്നപ്പോൾ കള്ളം പറഞ്ഞാണ് തുടങ്ങിയത്. ആ സിനിമ ചെയ്തതിൽ മാത്രം എനിക്ക് 2 കോടി രൂപയുടെ നഷ്ടം വന്നു. അതിൽ അമേരിക്കയിലുള്ള വിലാസ് കുമാർ എന്ന നിർമ്മാതാവ് കൂടി ഉണ്ടായിരുന്നു. ആ പടത്തിൽ എൻ്റെ നഷ്ടം 1 കോടിയാണെന്നാണ് മുരളി പറഞ്ഞത്. നിർമ്മാതാവിന്റെ പ്രതികരണത്തിന് പിന്നാലെ സിനിമയുടെ പല അണിയറ പ്രവർത്തകർ ഇനിയും പ്രതിഫലം ലഭിക്കാതെ ബാക്കിയുണ്ടെന്ന് ചിത്രത്തിന്റെ PRO പ്രതീഷ് ശേഖർ വെളിപ്പെടുത്തി. ഇൻസ്റ്റഗ്രാം റീൽസ് വീഡിയോയിലൂടെയാണ് പ്രതീഷിന്റെ പ്രതികരണം. സുമതി വളവ് ബോക്സ് ഓഫീസിൽ 25.50 കോടി രൂപ കളക്ട് ചെയ്ത ചിത്രമെന്നാണ് ഔദ്യോഗിക കണക്ക്. കഴിഞ്ഞ ദിവസം സുമതി വളവിന്റെ നിർമ്മാതാവ് മുരളിച്ചേട്ടന്റെ വീഡിയോ കണ്ട് ഞാൻ വളരെ ഞെട്ടിപ്പോയി. അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. സിനിമയുടെ ബഡ്ജറ്റിന് എന്താണ് സംഭവിച്ചതെന്നും ആരാണ് തന്നെ സാമ്പത്തികമായി വഞ്ചിച്ചതെന്നും അദ്ദേഹം വ്യക്തമായി വിശദീകരിക്കേണ്ടതുണ്ട്. അതേസമയം ഈ സിനിമയുമായി ബന്ധപ്പെട്ട നിരവധി കലാകാരന്മാർ, സാങ്കേതിക വിദഗ്ധർ, PR, ഡിജിറ്റൽ ടീമുകൾ എന്നിവർക്ക് അവരുടെ പ്രതിഫലം ലഭിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടുണ്ട്. വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുരളിച്ചേട്ടനും തന്റെ പണം തിരികെ ലഭിക്കാൻ അർഹനാണ്. സിനിമാ പ്രേമികൾ എന്ന നിലയിൽ നാം എല്ലാവരും സിനിമയ്ക്ക് അതിൽ പ്രവർത്തിക്കുന്നവർക്കും ഒപ്പമാണ്. എന്നിരുന്നാലും ഒരു പൊതു വീഡിയോയിൽ ആരുടെയെങ്കിലും പേര് ഉപയോഗിക്കുന്നതിനോ അവരുടെ കഴിവുകളെ ചോദ്യം ചെയ്യുന്നതിനോ മുൻപ് അവർ ഉത്തരവാദികളാണോ അല്ലയോ എന്ന് വ്യക്തമായി പറയേണ്ടത് പ്രധാനമാണ്. ആരെങ്കിലും യഥാർത്ഥത്തിൽ തെറ്റുകാരെങ്കിൽ അത് മാധ്യമങ്ങൾക്കും ബന്ധപ്പെട്ട അസോസിയേഷനുകൾക്കും മുമ്പാകെ ശരിയായ തെളിവോടെ അവതരിപ്പിക്കണം. സത്യം എപ്പോഴും വിജയിക്കും. ബന്ധപ്പെട്ട സിനിമാ അസോസിയേഷനുകൾ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും നിർമ്മാതാവിനെയും ടീം അംഗങ്ങളെയും പിന്തുണയ്ക്കുമെന്നും ഈ വിഷയത്തിൽ വ്യക്തത കൊണ്ടുവരണമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ അറിവിൽ ഈ സിനിമയ്ക്കായി പലരും കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. തിയേറ്റർ റിലീസ്, OTT, സംഗീത അവകാശങ്ങൾ എന്നിവയിൽ നിന്ന് നല്ല വരുമാനം നേടിയിട്ടുണ്ടെങ്കിൽ ആ പടം എവിടേക്കാണ് പോയതെന്നും നിർമ്മാതാവ് എന്തുകൊണ്ടാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് എന്നും മനസ്സിലാക്കേണ്ടതാണ് പ്രധാനമെന്നാണ് പ്രതീഷ് പറയുന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.